കാറ്റടിച്ച് ഇത് പിടിച്ചു കൊടുക്കണം. നമസ്കാരം കൂട്ടുകാരെ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വിവാന് സ്കൂളില്ല കേട്ടോ. അതിന് പകരം ഇവർക്കിന്ന് ട്രിപ്പാണ്. ഒരു കുഞ്ഞു പിക്നിക്ക്. ഒരുപാട് ദൂരേക്കൊന്നും അല്ല, നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ സാധാരണ സ്കൂളിൽ നിന്ന് തന്നെ അവർ കൊണ്ടുപോകും. ഈ പ്രാവശ്യം പേരൻസിനോട് തന്നെ പറഞ്ഞു കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാൻ. തിരിച്ചും വൈകിട്ട് നമ്മൾ വിളിച്ചിട്ട് വരണം. ഇന്ന് നല്ല അടിപൊളി ചൂടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഞാനും വിവാൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും കൂടെയാണ് ഇവരെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടി വന്നത്. സ്കൂള് മൊത്തത്തിലുള്ള ഒരു പിക്നിക്കാണ്. എല്ലാ ക്ലാസ്സുകാരും ഉണ്ട്. തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് ഞാൻ പോയത്. 2 ദിവസമായിട്ട് ഇവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു പനിയുടെ ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. ഡൈനിങ് ടേബിളിൽ വന്ന പാത്രങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. വർഷിക്കുട്ടി ലഞ്ച് ബോക്സ് കൊണ്ടുപോയിട്ടില്ല. ഫോൺ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഫോണും എടുക്കാതാണ് പോയിരിക്കുന്നത്. ഇന്ന് മൊത്തത്തിലെല്ലാം മറന്നിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. കാരണം ഞാനും ഇല്ലായിരുന്നു. ഏട്ടൻ ഓഫീസിൽ നേരത്തെ പോയി. അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. കാരണം ഭയങ്കര ക്ഷീണം. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേന് സമയമായി വിവാനെയൊക്കെ വിളിച്ചിട്ട് വരാൻ. അപ്പം ഞങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ചൂടുള്ളത് കൊണ്ട് പ്രിൻസിപ്പൽ മാം എല്ലാവർക്കും ഐസ് ലോലി മേടിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. വൈകുന്നേരം ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം നേരെ ഹോസ്റ്റലിലേക്ക് പോയി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ വിവാനെ വിളിച്ചിട്ട് വന്നിട്ട് വീണ്ടും നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ. എനിക്കൊട്ടും വയ്യായിരുന്നു. എനിക്ക് ഈ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ കിടന്നൊന്ന് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ ഏട്ടൻ കൊണ്ട് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. വർഷിക്കുട്ടി പോയി എല്ലാം എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. ഒന്നിട് ഏതെങ്കിലും ഒന്നിട്. ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്ന് ഒട്ടും ഞാൻ എണീക്കില്ലെന്ന്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേന് പനിയൊക്കെ വിട്ടു. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കുറച്ച് കപ്പയും മീൻകറിയും പിന്നെ ഒരു സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കപ്പയുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇച്ചിരി ആ ചട്ടിയിലിട്ടൊന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ. നേട്ടം കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ചെടുത്ത് അങ്ങ് അല്ലാതെ കഴിച്ചുകൂടെ. ഞാൻ പറഞ്ഞു അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചിയെന്ന്. അങ്ങനെ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരു കവറിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പം നേരെ പോയി ഒന്ന് റെഡി ആവട്ടെ. റെഡി ആവുന്നതിൻ്റെ തിരക്കിൽ വെളിയിലോട്ടൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല. താഴെ വന്നപ്പോഴാണ് മനസ്സിലായത് മഴ ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്നലേക്ക് അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും ഇന്ന് മഴ പെയ്തതൊരു അനുഗ്രഹമായിട്ട് തോന്നി. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളിന്ന് ബാർബിക്യൂ ഒക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ പോകുന്ന വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേന് ഇടിച്ചു കുത്തി മഴയായി. ഇപ്പം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ കുറച്ച് നേരം വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ മഴ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. എന്താ ഇല്ലേ മഴ കാണാത്ത ആൾക്കാരെ പോലെ. എന്നും മഴയാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ഭയങ്കര വലിയ മഴ പെയ്യാറില്ലല്ലോ. ഇങ്ങനെ ചാറ്റൽ മഴ അങ്ങനെ നിൽക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സ്വിച്ച് ഇട്ട് ഓഫ് ആവുന്ന പോലെ ആ മഴ അങ്ങ് നിന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീടിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് 100 വർഷം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. പക്ഷേ ഭയങ്കര അടിപൊളി വീടാണ്. ഇതിൻ്റെ വീടിന് ചുറ്റിനും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കൂടാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ അങ്ങ് മറന്നുപോയി. ഇന്നും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഞാൻ കുറച്ചെടുത്തപ്പോഴത്തേന് പിന്നെ ആ വീഡിയോ എടുക്കുന്ന കാര്യമേ വിട്ടുപോയി. ഫ്രണ്ട്സിൻ്റെ പേര് നവനീതും ഭാര്യയുടെ പേര് മധുവാണ് കേട്ടോ. അപ്പം മധുവും പിള്ളേരും കൂടെ നാട്ടിൽ വെക്കേഷനിലാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നവനീത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നവനീത് നാട്ടിൽ പോയേക്കുമായിരുന്നു, വെക്കേഷൻ കഴിഞ്ഞ് വന്നതാണ്. നവനീത് നല്ലൊരു കുക്കും കൂടെയാണ് കേട്ടോ. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഇവിടെ മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ മുട്ടക്കറിയും ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ആവശ്യമുള്ളതൊന്നും ഞാൻ എടുക്കാറില്ല. അത് ഞാൻ പോയി അതിലൊന്ന് കാറ്റടിച്ച് ഇത് പിടിച്ചു കൊടുക്കണം. ഞങ്ങൾ മാത്രമല്ല, ഇനി ഒരു ഫാമിലിയും കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിനയ എന്ന് പറയുന്ന മലയാളി കുട്ടി, ഞാൻ പുള്ളിക്കാരിയുടെ വളകാപ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞങ്ങൾ മറന്നുപോയി. കാര്യം പറച്ചിലായും പോയി മൊത്തമുള്ള ഫോക്കസ്. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് ഓർത്തി അവരെയൊന്നും വീഡിയോ എടുത്തില്ല, ഫുഡ് കഴിക്കുന്നത് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഒരു ചമ്മലൊക്കെയാണ് കേട്ടോ. എന്തോ ഒരു പ്രയാസം.
അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഇനി മാറ്റിയെടുക്കണം. ഇത്രയും വർഷമായി എന്നിട്ടും ഒരു മാറ്റമില്ല. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നേരെയാക്കിയിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ആ റൂമേ അങ്ങ് വൃത്തിയാകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളതിന് സമയം കണ്ടെത്തണം. അപ്പം രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്യുക. അപ്പം അതൊരു ചിട്ടയോടുകൂടി അങ്ങ് പൊക്കോളും. പിന്നെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ചൂടുവെള്ളം കൂടി അതെന്നും ഉണ്ട്. ഇന്ന് ഞാൻ ഒരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വെറും ചൂടുവെള്ളം മാത്രമാണ് കുടിച്ചത്. അപ്പോൾ ഇന്നലത്തെ പാത്രങ്ങളൊക്കെ കുറേ കഴുകി വെച്ചതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഡിഷ് വാഷറിലും ഉണ്ട്. പ്രത്യേകിച്ചൊന്നും വലിയ കാര്യത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ഇതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. എൻ്റെ പനി ഒന്ന് കുറഞ്ഞപ്പോഴത്തേന് വിമാൻ ഇവിടെ ചെറുതായിട്ട് ഇന്ന് തൊട്ട് പനിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും ചുക്കാപ്പി കൊടുത്തിട്ടാണ് ആരംഭിച്ചത്. അതാകുമ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് നല്ലതാണല്ലോ. ഈ മഴയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പൊതുവേ എല്ലാവർക്കും മൂക്കടയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞങ്ങൾ പനിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ചുക്ക് കാപ്പി കുടിച്ചാണ്ടിരിക്കുകയാണ്. അമ്മ ചുക്ക് കാപ്പി, ചേച്ചി ചുക്ക് കാപ്പി, അച്ഛൻ ചുക്ക് കാപ്പി, എല്ലാവരും കുടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ചുക്ക് കാപ്പി കുടിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പനിയാണ്. ആദ്യം എനിക്ക് പനി ഉണ്ടായിരുന്നു. അതുകഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അച്ഛനടുത്ത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പനി തന്നെ. എനിക്ക് സ്കൂളിലോട്ട് പോകാൻ പറ്റില്ല. ഇനി 3 ദിവസത്തിൽ സ്കൂളിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ വന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല. വെനസ്ഡേ കാണാം, ട്യൂസ്ഡേ വെനസ്ഡേ കാണാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ 2 ദിവസമല്ലേ. 3 ദിവസമായിരുന്നു, ഇപ്പോൾ 2 ദിവസം മാത്രമായി. ബൈ. വിമാനെടുത്ത വീഡിയോ എനിക്ക് കളയാൻ തോന്നിയില്ല കേട്ടോ. അതവിടെ കിടക്കട്ടെ. കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമായിരിക്കും ആ ഒരു കൊച്ചിലത്തെ വർത്താനമൊക്കെ കേൾക്കാൻ. ഇങ്ങനെ വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിലിടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കുറേ കാലം അത് അങ്ങനെ കിടക്കുമല്ലോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാൻ പറ്റും. അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ യൂട്യൂബ് കൊണ്ടുള്ള ആകപ്പാടെയുള്ള ഗുണം. പക്ഷേ കുട്ടി രാവിലെ തന്നെ എണീറ്റ് വന്നിരുന്ന ബുക്ക് വായനയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ബുക്ക് മാർക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വർഷകുട്ടിക്ക് സ്കൂളിൽ പോകണം. ഒന്ന് കുറച്ച് നേരത്തെ തന്നെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി നേരമെങ്കിലും ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത്. ഇങ്ങനെ എടുക്കാൻ പറ്റും. അതായിട്ട് ഇത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കയ്യിലിട്ട വളരെ അത്യാവശ്യം. വലിച്ചെടുത്തെങ്കിൽ എങ്ങനെ ബുക്കിന്റെ പേജ് വലിച്ചെടുത്തെങ്കിൽ പറ. വലിച്ചെടുത്തെങ്കിൽ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ ഞാൻ അരിയൊന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇന്നലെ പയറും അതുപോലെ തന്നെ നമ്മുടെ റാഗി ഉണ്ടല്ലോ, പഞ്ഞിപ്പുല്ല്, അതും കൂടെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ അരച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇൻസ്റ്റൻറ്റ് പരിപാടിയാണ്, നല്ല ഹെൽത്തിയുമാണ്. എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പം തലേദിവസം ഇതുപോലെ മാവൊന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ദോശ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ ചെയ്യാനൊക്കെ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പം തന്നെ ചുടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ ഇന്ന് വർഷകുട്ടി മാത്രമേ സ്കൂളിൽ പോകുന്നുള്ളൂ. ഏട്ടൻ വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. വിവാനെ ഞാൻ ഇന്ന് വിടുന്നില്ല, പനിയായതുകൊണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളു ക്ലാസ്. അത് കഴിയുമ്പോൾ സ്കൂള് വെക്കേഷനാണ്. ഇവിടെ ഓൾറെഡി വെക്കേഷനായി കേട്ടോ. ഞാൻ പറയുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ കാര്യമാണ് കേട്ടോ. അതാണ് അവൻ പറഞ്ഞത് ഇനി 2 ദിവസം കൂടെ എൻ്റെ ഫ്രണ്ടിനെ കാണാനൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ. കാരണം ഇനിയിപ്പോൾ അവനെ ഞാൻ സ്കൂൾ മാറ്റുവാണല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവൻ അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പം ഞാൻ ബഷീർക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പം ആദ്യം കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബുർജിയുടെ ഒരു ടൈപ്പിലൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് മയണൈസൊക്കെ ചേർത്തിട്ടാണ്. ഇതൊരു ഡിഫറെൻറ്റ് വേർഷനാണ്. ഇത് നമുക്ക് എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ബുർജിയുടെ ടൈപ്പിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണേ. ദോശയ്ക്ക് പീർക്കങ്ങ വെച്ചിട്ടുള്ള ഒരു ചട്നി പോലെ ചെയ്യാമെന്ന് വിചാരിക്കും. ചട്നിയല്ല, തമിഴ്നാട്ടിൽ പറയുന്നത് അത് തുകയിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ അതുണ്ടാക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ നല്ല വെജിറ്റബിൾസാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം അത് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്.
അപ്പോൾ ബ്രെഡ് ഞാനെടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർഷയ്ക്ക് പൊതുവെ മുട്ടയോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് കഴിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചീസ് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ മുട്ടയെ അങ്ങ് മറക്കും, ചീസാണെന്നങ്ങ് വിചാരിച്ചോളും. എന്തൊക്കെ ആലോചിച്ചിട്ടാണെന്നറിയാമോ ഒന്ന് കുക്ക് ചെയ്യുന്നത്. എനിക്ക് മുട്ടയുടെ സ്മെല്ലാണ് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതിനകത്ത് ഗാർലിക് പൗഡറൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഞാൻ എപ്പോഴും ഓംലെറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ബുർജി വെച്ച് കൊടുത്തു. അതിലേക്ക് മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ആ ഒരു ചീസ് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചീസ് നന്നായിട്ട് അതിലേക്ക് ഒട്ടി നല്ല സെറ്റായിട്ടിരിക്കും. അങ്ങനെ ഒരു 2 ബ്രെഡാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യക്കുട്ടിക്ക്. അപ്പോഴത്തേന് ഇവിടെ നമ്മുടെ പീർക്കങ്ങ തുകയാലിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ആ പീർക്കങ്ങയുടെ ആ ഒരു ചട്നി. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു ആപ്പിളും കൂടെ എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പം സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് അതിങ്ങനെ കറുത്ത് പോകത്തില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഇനി പീർക്കങ്ങ ചട്നിയും കൂടെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ദോശ ചുട്ട് കൊടുക്കാം. ഇത് പീർക്കങ്ങ ചട്നിയിലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് വറക്കണം. പിന്നെ വറ്റൽമുളക്, പിന്നെ ഒരു ഒണിയനും, പിന്നെ പീർക്കങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ വേണമെങ്കിലും വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഒന്നും ഇടണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ഇച്ചിരി കായപ്പൊടിയും പിന്നെ അവസാനം കുറച്ച് കടുകും കൂടെ താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീർക്കങ്ങ തുകയിൽ സെറ്റായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശയൊക്കെ കഴിക്കാൻ. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ദോശ ഒരു സൈഡ് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. കുറച്ച് നല്ലെണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് തടവി കൊടുത്താൽ മതി. നല്ല ദോശയാണ്, വളരെ ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ക്രിസ്പി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ ഏത് ദോശയും എല്ലാവരും കഴിച്ചോളും. അങ്ങനെ ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല ഈ ദോശ ആ ദോശ എന്നൊന്നും. എല്ലാവർക്കും കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ആദ്യം തന്നെ വിവാനാണ് വന്ന് ദോശ എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ദോശയൊക്കെ കൊടുത്തു വിട്ടു. ഇനിയിപ്പോൾ വർഷക്കുട്ടിക്ക് ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ചുട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് പിന്നെ എല്ലാവർക്കും ഒന്ന് ചൂടോട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ. സാധാരണ വർഷക്കുട്ടി ഇപ്പം സ്കൂളിലൊക്കെ പോണ സമയത്ത് ദോശ തണുത്തിട്ടാണ് കഴിച്ചിട്ട് പോണത്. കാരണം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോവും. കാരണം വിവാനെ എനിക്ക് കൊണ്ട് വിടണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചൂടോട് കൂടി ചുട്ട് കൊടുക്കാമെന്ന്. ആശയ്ക്കുട്ടിക്ക് ചെറിയ രീതിയിൽ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവൾക്ക് സ്കൂളിൽ പോകണം. പിന്നെ വിവാൻ ഒട്ടും വയ്യായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവനെ വിടാഞ്ഞത്. ഒരു ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലേ ഈ പനിയൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഫുള്ള് എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ച് കിടത്തി ഉറക്കും. അങ്ങനെ ഉറങ്ങത്തില്ല, ഭയങ്കര മടിയാണ്. അങ്ങനെ ആശയ്ക്കുട്ടി ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇന്നും ഫുള്ളിങ്ങനെ ഒരു മൂടി അടഞ്ഞാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്തായതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ ഒക്കെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വിമാൻകുട്ടിയോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞതാണ്. അപ്പോഴും അവൻ ബുക്ക് വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിന് ഞാനിങ്ങനെ വഴക്ക് പറയുകയാണ്, ബുക്ക് വായിക്കണ്ട, കിടന്നുറങ്ങുമെന്ന്. ഇന്നലെ മുതലേ പനി വരുന്ന സമയത്ത് ഒരു ദിവസം ഫുള്ള് കിടത്തി ഉറക്കും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിക്ക് റെസ്റ്റ് കിട്ടും. കിട്ടുന്ന സമയത്ത് നല്ലൊരു നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേന് കുറച്ച് ബെറ്റർ ആവും. അതാണ് അവൻ്റെ ഒരു ശീലം. അതുകൊണ്ടാണ് ഞാൻ അവനെ പിടിച്ച് കിടത്താൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ കുറേ നേരമൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ കിടന്നോളും. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോഴത്തേനും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി. ഇന്ന് മുരിങ്ങയില മോരുകറിയും തോരനും മീൻകറിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എനിക്ക് ഈ പനിയൊക്കെ ഉള്ള ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. അപ്പോഴാണ് എനിക്കെൻ്റെ ടേസ്റ്റ് ബഡ്സൊക്കെ കൂടുന്ന സമയം. അതെന്താണെന്നറിയത്തില്ല. അത് ചെറുപ്പം മുതലേ ഞാൻ പനി വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആളാണ്. ഈ കഥ പറഞ്ഞ് നമ്മൾ അടുത്ത ദിവസം എത്തി കേട്ടോ. അപ്പോൾ വിവാൻകുട്ടി ഏട്ടനാണ് ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയി വിട്ടത്. അപ്പോൾ വർഷക്കുട്ടി കൊണ്ട് പോകുന്നുണ്ട്. ഹലോ. അങ്ങനെ കുറേ ദിവസമായി വെളിയിലോട്ടൊക്കെ നടന്നിട്ട് പനിയായിരുന്നു. ഇന്ന് വിവാൻകുട്ടിയെ ഏട്ടനാണ് രാവിലെ കൊണ്ടുപോയി വിട്ടത്. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് വിളിക്കാൻ പോവാണ്. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ സ്കൂള്. അതുകൂടെ കഴിയുമ്പോൾ പിന്നെ വെക്കേഷൻ ആവുക. സമാധാനം. നല്ല കാറ്റുണ്ട്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ നല്ല കാറ്റുണ്ട്. 3-4 ദിവസം കൊണ്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ പിന്നെ ഇവനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയി വിളിച്ചിട്ടുണ്ട്. ബസ്സിന് പോകുന്ന ദിവസം ഞാൻ സ്കൂൾ വിടുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പേ തന്നെ അവിടെ എത്തും. ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ കളിയാണ്. വിവാൻകുട്ടിയുടെ ക്ലാസ്സുകാരാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എന്നെ പക്ഷേ കണ്ടതേയില്ല. ഇവിടെ കുക്കിംഗ് ക്ലാസ്സും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അവരൊരു കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഔട്ട്ഡോർ കിച്ചണ്. എനിക്ക് തോന്നുന്നു അകത്തും ഉണ്ട് കേട്ടോ, സ്കൂളിനകത്തും അവർക്ക് കിച്ചണുണ്ട്. അപ്പോൾ ഇവർക്ക് കുക്കിംഗ് ക്ലാസ്സും ഇതുപോലെ തന്നെ കാർപ്പൻട്രി ക്ലാസ്സും ഇതെല്ലാ ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. സ്കൂളൊക്കെ വിട്ട് ഞാനും വിവാൻ കൂടി കുറേ നേരം ബസ് കാത്തു നിന്നു. ഇന്നത്തെ ഒരു ബസ് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. അപ്പോൾ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് അവന്യൂവിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അവിടെ വന്നിട്ട് അവരൊരു ബ്രെക്സിന്ന് ഒരു ചിക്കൻ പപ്സൊക്കെ മേടിച്ച് കൊടുത്തു. അതൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേന് കറക്റ്റാണ് ബസ് കിട്ടി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരാഴ്ചയിലെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.